ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം അജ്ഞാതനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് പ്രതിയുടെ മൊഴി. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നാണ് കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം അരുവിക്കര കുറുത്തോട്ടം വമ്മണ്ണൂർ രേവതി ഭവനിൽ മധുസൂദനൻ നായരുടെ കുറ്റസമ്മതമൊഴി. കല്ലിന്റെ പുറത്ത് ചെയ്താണ് അല്ലേ? കല്ലിന്റെ പുറത്ത് കയ്യബദ്ധമൊന്നുമില്ല. അങ്ങനെ കൊണ്ടുവന്ന് തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ആ പെണ്ണിനെ അച്ചപ്പെട്ട് എനിക്ക് തന്നെ കൊണ്ടുവന്ന തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്തതാ. അത് ചെയ്തതിന് ഞാൻ ചെയ്തെന്നു ഞാൻ പറയും. ഞാൻ ചെയ്തതാണ്. അവനെ കൊണ്ടുവന്ന എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവനെ കൊന്നതാ. മധുസൂദനൻ നായർ കൊല്ലപ്പെട്ടയാൾക്ക് 2000 രൂപ കടം നൽകിയിരുന്നു. ഇത് തിരികെ നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പണം പലതവണ ചോദിച്ചിട്ടും നൽകാതിരുന്നതോടെ പകയായി. കൊലപാതകത്തിനു ശേഷം ചെറുപ്പുളശ്ശേരിയിലേക്ക് പോയ പ്രതി ബുധനാഴ്ച വീണ്ടും ഒറ്റപ്പാലത്തെ മദ്യശാല പരിസരത്ത് എത്തിയപ്പോഴാണ് പിടിയിലായത്. അതേസമയം കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാനുള്ള നടപടികൾ ഊർജിതമാക്കി. 60 വയസ്സ് തോന്നിക്കുന്ന ഇതര സംസ്ഥാനക്കാരനാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം മൃതദേഹം കാണപ്പെട്ടത്. തലയിൽ മാരകമായ മുറിവേറ്റ് രക്തം വാർന്നായിരുന്നു മരണം. കൊല്ലപ്പെട്ടയാളും ഒപ്പമുള്ള സ്ത്രീയും 2 ദിവസം മുൻപാണ് ഒറ്റപ്പാലത്തെത്തിയത്. പ്ലാസ്റ്റിക് കുപ്പികളും പഴയ സാധനങ്ങളും പെറുക്കി വിറ്റാണ് ഉപജീവനം. അറസ്റ്റിലായയാളും ആക്രി പെറുക്കി നടക്കുന്നയാളാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.